അപ്പോൾ എന്തായാലും ഗില്ലിൻ്റെ കേസ് ഗില്ല് എന്തായാലും നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ ഗില്ല് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന കൺസിക്യൂട്ടീവ് സീസൺ, അദ്ദേഹം 2020 തൊട്ടിട്ട് 2026 വരെ എല്ലാ സീസണിലും 400+ റൺസ് IPL അടിച്ച പ്ലെയറാണ്. അതുപോലെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഈ ഫ്ലാറ്റ് പിച്ച് ബുള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാ പിച്ചിലും ഒരുവിധം കുഴപ്പമില്ലാതെ കളിക്കുന്ന പ്ലെയറാണ്. എല്ലാ ടൈപ്പ് ബോളും കളിക്കുന്ന പ്ലെയറാണ്. എല്ലാ ബോളേഴ്സിനെതിരെ അത്യാവശ്യം ഡൊമിനേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ, റെഡ് ബോളല്ല, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പം തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് കളിച്ച പ്ലേയേഴ്സിൽ പകുതിയിലധികം ആളുകളും ഈ IPL സീസൺ ഫ്ലോപ്പാണ്. പക്ഷേ ഗില്ല് ടോപ്പ് ഓർഡറിൽ കളിച്ചിട്ട് പോലും ഗില്ലിന് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ഗില്ല് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അടുത്തൊരു T20 സീരീസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ സഞ്ജു ആണ് ക്യാപ്റ്റൻ, അടുത്ത T20 സീരീസിൽ സഞ്ജു ആണ് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയല്ല, ഇപ്പോൾ 2 വൈറ്റ് ബോൾ ടീമിൽ ODIയിലും T20യിലും ഒരു ക്യാപ്റ്റൻ ആയിരിക്കും. സൂര്യകുമാർ യാദവ് പുറത്തേക്കുള്ള വഴി സൂര്യകുമാർ യാദവ് തുറന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ ഇല്ല എന്നൊരു കാരണം വെച്ചിട്ട് ഗില്ലിനെ അങ്ങനെ പുറത്തെടുത്താൻ പറ്റില്ല. ഗില്ല് പ്രൂവ് ചെയ്യുന്നുണ്ട് IPL. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗില്ലിനെ വീണ്ടും ഇന്ത്യൻ ടീമിലോട്ട് T20 ടീമിലോട്ട് കൊണ്ടുവരും. അതൊരു പക്ഷേ അത് സൂര്യകുമാർ യാദവിന് പകരമായിരിക്കും. ശ്രേയസ് അയ്യർ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. വാട്ടെവർ, അങ്ങനെയാണെങ്കിൽ തെറ്റ് പറയാൻ നിലവിൽ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ശ്രേയസ് അയ്യർ കേസാണ്. ശ്രേയസ് അയ്യർ കളിക്കുന്നുണ്ട്, ഒരുപാട് നല്ല ഇന്നിങ്സ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രേയസ് അയ്യർ കൺസിസ്റ്റൻസി പ്രശ്നമാണ്, ഭയങ്കര കൺസിസ്റ്റൻസി പ്രശ്നമുണ്ട് ശ്രേയസ് അയ്യർക്ക്. പക്ഷേ ഗില്ലിന് അങ്ങനെയല്ല. ഗില്ല് എന്തായാലും ഒരു മിനിമം റൺസ് അടിക്കും. അവിടെ ഇന്ത്യൻ പ്രശ്നം മാത്രമേ ഉള്ളൂ, മിനിമം റൺസ് ഗില്ല് അടിക്കുന്നുണ്ട്. അല്ല ഇനി സഞ്ജു അവർ T20 ക്യാപ്റ്റൻ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ T20 ടീമിൽ ഇപ്പോൾ സ്ഥാനം നിലനിർത്താൻ നല്ല പാടാണ്. നന്നായി കളിച്ചു തന്നെ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ ശിവം ദുബെ, അക്ഷർ പട്ടേൽ, അതുപോലെ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, നമ്മുടെ വരുൺ ചക്രവർത്തി, ഹർഷദീപ് സിംഗ്, ഈവൻ ബുംറ പോലും T20 ടീമിൽ നന്നായി പെർഫോം ചെയ്യണില്ല. നമുക്ക് എന്തെങ്കിലും എടുത്ത് പറയാനുള്ള സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ അവരൊക്കെ കയറ്റി, പെർഫോം ചെയ്യാത്തവരെ തട്ടാനൊക്കെ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ